തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ മുഴുവൻ സീറ്റിലും LDF വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ. 6 സീറ്റിൽ വിജയിക്കുമെന്നത് UDFന്റെ ആഗ്രഹം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. UDFൽ നിന്ന് വ്യത്യസ്തമായി LDFൽ ജനഹിതം മാനിച്ചുള്ള സീറ്റ് വിഭജനം ഉണ്ടാകുമെന്നും S. ജയമോഹൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ UDF വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 6 സീറ്റിൽ കുറയാതെ നേടുമെന്നുള്ളതാണ് UDF നേതാക്കൾ ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നത്. എന്താണ് കാര്യം? 11-ൽ 11 സീറ്റും ഒരു ഘട്ടത്തിൽ LDF നേടിയിരുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ തന്നെ UDF 5 സീറ്റ് LDFന് വേണ്ടി അങ്ങ് അനുവദിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 2 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, കരുനാപ്പള്ളിയും കുണ്ടറയും. ആ സീറ്റ് കൂടി നേടുകയും നിലവിലുള്ളത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമാക്കുന്നത്. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, അതായത് ഈ കോർപ്പറേഷനിലൊക്കെ ഉണ്ടായ തിരിച്ചടി ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് കരുതുന്നത്. LDF സംവിധാനത്തെ മൊത്തം ജില്ലയിൽ മൊത്തം നോക്കിയാൽ മുനിസിപ്പാലിറ്റി 4-ൽ 3 നമുക്കാണ്. ജില്ലാ പഞ്ചായത്ത് വോട്ടാണ് പൊളിറ്റിക്കൽ വോട്ടായി നോക്കുന്നത്. അവിടെ 45,000-ഓളം വോട്ട് അധികമായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 11-ൽ 8 ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെയുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ 68, 34 എണ്ണം ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെയുണ്ട്. കോർപ്പറേഷനിൽ നമുക്കൊരു തിരിച്ചടി ഏറ്റിട്ടുണ്ട്, വസ്തുതാപരമാണ്. ആ തിരിച്ചടി ഏറ്റ സന്ദർഭത്തിലും കൊല്ലം നിയോജക മണ്ഡലത്തിലെ വോട്ടിന്റെ കണക്കെടുത്താൽ ഇടതുപക്ഷത്തിനാണ് കൂടുതൽ. അതുകൊണ്ട് ആ കാര്യത്തിലൊരാശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സീറ്റ് ചർച്ചയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ തമ്മിൽ തർക്കം UDF പല സീറ്റുകളെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. LDFൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ വല്ല സാധ്യതയുണ്ടോ? സീറ്റ് വിഭജന സന്ദർഭത്തിലൊക്കെ ഏറ്റവും ശരിയായിട്ടുള്ള ജനഹിതം കൂടെ മാനിച്ചുള്ള തീരുമാനമാണ് ഇടതുപക്ഷം എടുക്കുന്നത്. മറ്റുള്ളവരങ്ങനെയല്ല. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ചിലർ പ്രത്യക്ഷപ്പെടുന്നതിന്റെ പ്രതിഷേധങ്ങൾ എല്ലാ കാലത്തും UDFനകത്ത് ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഉണ്ടാവും. അത് എല്ലാ കാലത്തും UDF നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. CPM സംസ്ഥാന തലത്തിൽ തന്നെ ടേം വ്യവസ്ഥയ്ക്കൊക്കെ ഇളവ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം വിജയം 3ാം പിണറായി സർക്കാർ എന്നുള്ളതാണ് ലക്ഷ്യം. ജില്ലയിലും അത് തന്നെ തുടരാനാണ് സാധ്യത. സംസ്ഥാന തലത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എന്ന അഭിപ്രായങ്ങൾ വ്യക്തമാക്കും. അപ്പോൾ എന്ത് നിലപാട് സംസ്ഥാന നേതൃത്വം എടുത്താലും ആ നിലപാടിനനുസരിച്ച് തന്നെയാണ് ജില്ലയിലെ പാർട്ടി മുന്നണി സംവിധാനം നിൽക്കുന്നത്. അത്തരത്തിൽ തന്നെ തീരുമാനങ്ങളെടുക്കും. ലക്ഷ്യം തുടർഭരണം തന്നെയാണ്. തുടർഭരണം എന്നത് കഴിഞ്ഞ തവണ ഒരു തുടർഭരണം ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാണല്ലോ. അപ്പം ആ സന്ദർഭത്തിലാണല്ലോ 99 സീറ്റ് അവർ പറഞ്ഞ എത്ര സീറ്റാണോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അത്രയും സീറ്റ് തന്നെ LDFന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇത്തവണ വളരെ നേരത്തെ തന്നെ അവർ ചില ഏജൻസികളെല്ലാം വെച്ച് ഇത്ര സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇലക്ഷനിൽ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷം ഈ നിലയിൽ തന്നെ തുടരണം എന്ന് തന്നെയാണ് വലതുപക്ഷത്തുള്ളവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അനുകൂലമായി. കഴിഞ്ഞ തവണ 100 പറഞ്ഞു, 99 അത് LDFന് കിട്ടി. ഇത്തവണ പക്ഷേ പ്രധാന നേതാക്കളൊക്കെ പറയുന്നത് 88 സീറ്റ് വരെ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ സതീശൻ മാത്രമേ 100 പറയുന്നുള്ളൂ. അപ്പോൾ തിരിച്ചായിരിക്കും സതീശന് എല്ലാ കാലത്തും 100 കുറഞ്ഞ പുള്ളി പറയൂല. എപ്പോഴും 100 തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും 100 പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ വേറൊരു നേതാവ് പറഞ്ഞ 600 കൊള്ളിയലെന്നാണ്. അതുകൊണ്ടാണ് ഒരാൾ 99 ഒരാൾ 101 പറയുന്നത്. അപ്പോൾ അത് അവരുടെ കാര്യം. എന്തായാലും ജില്ലയിൽ പഴയ ഒരു അവസ്ഥയിലേക്ക് LDF 11 സീറ്റും പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം തന്നെയാണ് CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി പങ്കുവെക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.